അല്ല, വൈകുന്നേരം വരെ ഡൈവ് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഡൈവ് ചെയ്ത ആളുകളാണ് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. കാരണം ഡൈവ് ചെയ്തിട്ട് ഒരു സാധനം കിട്ടുന്നില്ല, മരങ്ങളും പാറകളും മാത്രം കിട്ടുന്ന ഇത് മാറ്റണം എന്ന് പറയുമ്പോൾ ആ മേഖലയുമായി ആലോചിച്ച് ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുപോയി അത് മാറ്റുന്ന ശ്രമമല്ലേ നടത്തുന്നത്. തെരച്ചിലുണ്ടാവില്ല എന്നല്ല, തെരച്ചിൽ അവർ വൈകുന്നേരം വരെ നടത്തുന്നുണ്ട്. നാളത്തേക്ക് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ആലോചിച്ച് പറയാനാണ് അവർ പറഞ്ഞത്. അതായത് നാളത്തെ കാര്യം ആലോചിച്ച് പറയാം, നാളെ കഴിഞ്ഞ് മാത്രമേ ഇനി ഇന്നത്തെ കഴിഞ്ഞ അതെ 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 അവരിപ്പോൾ ഇന്ന് ഡ്രഡ്ജിങ് മെഷീൻ എത്തിച്ചിട്ട് ഇനി തെരച്ചിലിന്റെ കാര്യത്തിന് വേഗത കൂട്ടാൻ അവർക്ക് കഴിയുകയുള്ളൂ. ആ ചർച്ചയാണ് ജില്ലാ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപെടും തീർച്ചയായും. ഇപ്പോൾ രാവിലെ തന്നെ റിയാസ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മളൊക്കെ ഇന്ന് ജില്ലാ ഭരണകൂടം ചെറിയ രീതിയിൽ ഒരു അനാസ്ഥ കാണിക്കുന്നു എന്നുള്ളൊരു പരാതി ഞാൻ അവരുടെ മുമ്പിൽ ഉന്നയിച്ചു. കോഴിക്കോട് എം കെ രാഘവേട്ടനെ ഉടനെ കർണാടക ഡെപ്യൂട്ടി CM ആയിട്ട് സംസാരിച്ചിട്ട് ഡെപ്യൂട്ടി CM കളക്ടറുമായിട്ട് കോൺടാക്ട് ചെയ്ത കാര്യം ഞാനുമായി പങ്കുവച്ചിരുന്നു. രണ്ട് ഭരണകൂടം ഇടപെടും. ഇപ്പം നമ്മൾ ഈ ഡൈവ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നൊരു പ്രതീക്ഷ എന്നാൽ ഡൈവ് ചെയ്യുമ്പോൾ എന്തായാലും ലോറിയുടെ കുറച്ച് അവശിഷ്ടങ്ങൾ കിട്ടുമെന്ന്. ഡൈവ് ചെയ്ത എല്ലാവരും ആളുകളുമായി ഞാനും നേരിട്ട് സംസാരിച്ചു. അവർ പറയുന്നത് എത്ര ആഴത്തിൽ പോയാലും ഞങ്ങളുടെ കാലിലേക്കും കയ്യിലേക്കും ടച്ച് ചെയ്യുന്നത് വലിയ വലിയ മരക്കഷ്ണങ്ങൾ, റോഡിൻ്റെ വലിയ വലിയ കഷ്ണങ്ങൾ, വലിയ കോൺക്രീറ്റ് വീടിൻ്റെ കഷ്ണങ്ങൾ, പാറക്കല്ലുകൾ. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളൊരു ചർച്ച ചെയ്യുന്നൊരു കാര്യം, അതിന് അടിയിലാണ് നമ്മുടെ ഭാരത് ബെൻസെങ്കിൽ ഇത് നീക്കം ചെയ്യണ്ടേ. അത് നീക്കം ചെയ്യണമെങ്കിൽ ഡ്രഡ്ജിങ് മെഷീൻ എത്തണം. അപ്പോൾ ആ ഡ്രഡ്ജിങ് മെഷീൻ എത്തിക്കാനുള്ള ശ്രമമാണ് ജില്ലാ ഭരണകൂടം ഇവിടുത്തെ MLA നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ തെരച്ചിൽ നിലവിൽ ഈ മണ്ണ് അതോടൊപ്പം തന്നെ വലിയ കല്ലുകൾ മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോയത് കൊണ്ട് വലിയ റിസൾട്ട് ഉണ്ടാവില്ല എന്ന് തന്നെയാണോ ദൗത്യ സംഘം പറയുന്നത്? തീർച്ചയായും ദൗത്യ സംഘം എന്ന് മാത്രമല്ല, ഈ ഇവരുമായിട്ട് മുങ്ങിയ ആളുകളുമായിട്ട് ഞാൻ ജിതിൻ്റെ അടുത്ത് നിന്ന് അവരോട് നേരിട്ട് സംസാരിച്ചു. അവർ പറയുന്നൊരു കാര്യം, സാർ എത്ര ആഴത്തിൽ പോയാലും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് മരങ്ങൾ, പാറക്കൽ, അതോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അപ്പോഴും ഇത് മാറ്റാണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അടിയിലേക്ക് പോകാൻ കഴിയും? പാടത്തിലേക്ക് പോകണമെങ്കിൽ അത് മാറ്റുന്ന കാര്യം ആലോചിക്കണം. അതാണ് ഇപ്പോഴത്തെ ജില്ലാ കളക്ടറുമായി ഞാനിപ്പോൾ കേരളത്തിലൊരു MLA നിലയ്ക്ക് ഇവിടെ നിൽക്കുമ്പോൾ പങ്കുവച്ചത്. ഉടനെ ഇടപെട്ട് ആ ഡ്രഡ്ജിങ് യന്ത്രം കൊണ്ടുവന്ന് ഇത് മാറ്റിയാൽ മാത്രമേ ഗോവയിലെ ക്യാപ്റ്റനുമായി സംസാരിച്ച് സർക്കാരിന് കൊടുക്കാനുള്ള കത്തിടപാട് അവർ നടത്തുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്താം. നാളെ ഇൻഡിപെൻഡൻസ് ഡേന്റെ പ്രയാസം പറയുന്നുണ്ട്. ഡാപ്റ്റർ ടുമാറോ എന്തായാലും അവർ എത്തിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇന്ന് വിവിധ സ്പോട്ടുകളിൽ നേവിയും ഈശ്വർ മാൽപ്പയും തെരച്ചിൽ നടത്തി. അതൊരു സ്പോട്ടിൽ മാത്രമല്ല, വിവിധ ഇടങ്ങളിൽ നമ്മളത് തത്സമയം കണ്ടതാണ്. അപ്പം അതിൽ നിന്നും ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല. ആ റിസൾട്ട് ഉണ്ടാകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പുഴയുടെ അടിത്തട്ടിൽ ഈ മഡ് തന്നെയാണ്, അല്ലെ? ഈ വലിയ തീർച്ചയായും. ഇപ്പം നമ്മൾ ഇന്ന് എല്ലാവരും നിങ്ങൾ മീഡിയകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ദൂരെ നിന്ന് ഇത് ലോകത്തോട് ടെലികാസ്റ്റ് ചെയ്ത ആളുകളാണ്. പക്ഷെ ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെപ്പോലെയല്ല, നിങ്ങൾ നേരിട്ട് ഓരോ കാര്യങ്ങൾ ഇന്ന് അവർ എല്ലാ രീതിയിലും ഡൈവ് ചെയ്തു. ഒരു സ്പോട്ടല്ല, ഇതൊരു 100 മീറ്റർ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഡ്രഡ്ജർ എത്തിക്കും വരെ ആ ദൗത്യം ഒരു വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുന്നു വേണം മനസ്സിലാക്കാൻ MLA വാക്കുകളിൽ നിന്ന്. താഴേക്ക് പോകുന്ന എല്ലാ ഡൈവിംഗ് സംഘങ്ങളും വലിയ മരങ്ങൾ, കോൺക്രീറ്റ് കഷ്ണങ്ങൾ, വീടിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ അതിനുള്ളിലാണ് വണ്ടിയെങ്കിൽ ഈ സംവിധാനം മുഴുവൻ അല്ലെങ്കിൽ താഴെ കിടക്കുന്ന മണ്ണും ഈ പറയുന്ന മറ്റവശിഷ്ടങ്ങളും മാറ്റിയാൽ മാത്രമേ ഈ വാഹനത്തിലേക്കോ ക്യാബിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിന് ഡ്രഡ്ജർ അനിവാര്യമാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചില്ല എന്ന് കുറ്റപ്പെടുന്നുണ്ടായിരുന്നു കാർവാർ MLA. നമ്മുടെ നമ്മുടെ ഒരു 3 അംഗ ദൗത്യ സംഘം അവിടെ പോയി ആ വലിയ ഒഴുക്കുള്ള മേഖല അല്ലെങ്കിൽ അത്ര അടി ആഴത്തിലൊക്കെ ഉള്ള സംവിധാനമുള്ള ഡ്രഡ്ജർ അല്ല നമ്മുടെ മണ്ണുത്തിലുള്ളത് എന്ന കാര്യമൊക്കെ ഉത്തരാഖണ്ഡ് കളക്ടറെ രേഖാമൂലം തന്നെ അറിയിച്ചാണ് റിപ്പോർട്ടായി ഒക്കെ തന്നെ കൂടുതലാണ്. എന്നിട്ടും കാർവാർ MLA കുറ്റപ്പെടുത്തുകയായിരുന്നു. ഗോവയിൽ നിന്ന് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടന്നു. അപ്പോൾ എന്തായാലും ഡ്രഡ്ജർ എത്തും വരെ ആ ദൗത്യം അങ്ങനെ നിൽക്കുമെന്ന് തന്നെയാണ് നമുക്ക് വീണ്ടും ആശങ്കപ്പെടേണ്ടതുള്ളത്.